കഴിഞ്ഞ മാർച്ചിൽ സുനിത വില്യംസും സംഘവും ഭൂമിയിലേക്ക് എത്തിയതും നമുക്ക് ഇന്ന് നമ്മുടെ ശുഭാംശു ശുക്ല എത്തിയ ദൃശ്യങ്ങളും നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ഇതാ ഈ വലതുഭാഗത്തായി കാണുന്നതാണ് സുനിത വില്യംസ് കഴിഞ്ഞ മാർച്ച് മാസം 19-ാം തീയതി ഇവിടെ എത്തിയപ്പോഴുള്ള ദൃശ്യമാണ്. അതിന് സമാനമായ പ്രോസസ്സിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ആക്സിയം 4 സംഘവും കടന്നുപോയത്. അവർ ഇപ്പോൾ പസഫിക് സമുദ്രത്തിലേക്ക് വീണിരിക്കുന്നു. ഇതാണ് 19/3/2025 മാർച്ച് മാസം 19-ാം തീയതി സംഭവിച്ച സുനിത വില്യംസിന്റെ മടക്കമാണ്. ഇതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. പക്ഷേ രാത്രിയിലായിരുന്നു എന്ന് മാത്രം. ഈ രീതിയിൽ പാരാച്യൂട്ടുകൾ വിടരുകയും വളരെ സാവധാനം അത് സ്പ്ലാഷ് ഡൗൺ ചെയ്യുകയും ചെയ്തു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇത് കഴിഞ്ഞ മാർച്ചിൽ സംഭവിച്ച ഇതേ പ്രോസസ്സാണ്. ഇതേപോലത്തെ ഒരു ഡ്രാഗൺ പേടകത്തിൽ തന്നെയാണ് സുനിത വില്യംസും ഇതുപോലെ ഭൂമിയിലേക്ക് തിരികെത്തിയത്. ദിവസങ്ങൾ നീണ്ട ബഹിരാകാശവാസത്തിന് ശേഷം അതിന് സമാനമായി ഇപ്പോൾ നമ്മുടെ ശുഭാംശു ശുക്ലയും സംഘവും ഇതേ പ്രോസസ്സിലൂടെ കടന്നു വരികയും താഴേക്ക് ഭൂമിയിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്ത് വിജയകരമായി ആ ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്തു. നമുക്ക് കാണാം വലിയ വിജയാഹ്ലാദം ഇന്ത്യയിലുടനീളമുള്ള വിവിധ സെന്ററുകളിൽ നമുക്ക് കാണാം. കാരണം ഇത് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. ISR ഏതാണ്ട് 550 കോടിയധികം രൂപ ചെലവഴിച്ചാണ് ശുഭാംശുവിനെ ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കിയത്. അങ്ങനെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു മാറി. അതോടൊപ്പം തന്നെ ഇതൊരു പ്രധാനപ്പെട്ട സൂചനകളാണ് ഇനി വരാൻ പോകുന്ന ബഹിരാകാശ ദൗത്യങ്ങൾ. ഇതാ നമുക്ക് പ്രതികരണം, അതിലേക്ക് പോവാം. ശുഭാംശുവിന്റെ കുടുംബം പ്രതികരിക്കുന്നു. शुभांशु के परिवार वाले CMS में मौजूद हैं. फिलहाल अभी बोलने को तैयार. അല്പ സമയത്തിനകം നമുക്ക് ആ പ്രതികരണം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കിത് വീണ്ടും ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ കാണാം. ആ ബോട്ട്, റിക്കവറി ബോട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ആ റിക്കവറി ബോട്ടിൽ നമുക്ക് ഈ പേടകത്തെ കെട്ടിവലിക്കണം. അത് തൊട്ടടുത്ത് കാത്തു നിൽക്കുന്ന ഷിപ്പിലേക്ക് ഇതിനെ കൊണ്ടുപോകണം. ആ ഷിപ്പിലേക്ക് കയറ്റുകയും ആ ഷിപ്പിൽ നിന്നാണ് നമുക്ക് ഇവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുക. അതിനായുള്ള റിക്കവറി ബോട്ട് ഇപ്പോൾ ഈ പേടകത്തിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യമായ സോഫ്റ്റ് ലാൻഡിംഗ്, സോഫ്റ്റ് സ്പ്ലാഷ് ഡൗൺ അത് സംഭവിച്ചിരിക്കുന്നു. കൃത്യമായ ലൊക്കേഷനിൽ തന്നെ എവിടെയാണോ ശാസ്ത്രജ്ഞർ നേരത്തെ തീരുമാനിച്ചത് ആ കൃത്യമായ ലൊക്കേഷനിൽ ഒരു അണുകിട പോലും തെറ്റാതെ, ഒരു അനോമലിയും സംഭവിക്കാതെ ഗ്രേസ് ഡ്രാഗൺ പേടകം വന്നിറങ്ങിയിരിക്കുന്നു. അങ്ങനെ വീണ്ടും പ്രതികരണത്തിലേക്ക് ശുഭാംശുവിന്റെ പിതാവ്. ശുഭാംശുവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അവിടെ ഉണ്ട്. നമുക്ക് അല്പസമയത്തിനകം കുടുംബത്തിന്റെ കൂടി പ്രതികരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത് അവിടെ എത്തിച്ചേർന്ന മറ്റൊരാളുടെ പ്രതികരണമാണ്. ശുഭാംശുവിന്റെ കുടുംബത്തിന്റെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി വിദ്യാർത്ഥികളൊക്കെ തന്നെ തത്സമയം ഈ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഭിമാനകരമായ മുഹൂർത്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വീണ്ടും നമുക്ക് പസഫിക് സമുദ്രത്തിലേക്ക് പോകാം. അവിടെ നിന്നും റിക്കവറി ബോട്ടിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റിക്കവറി ടീം പ്രത്യേകം യൂണിഫോമിലാണ് ഉണ്ടാവുക. ഇതൊക്കെ ചില പ്രോട്ടോക്കോളിന്റെ ഭാഗം കൂടിയാണ്. ഒരു ബഹിരാകാശ അല്ലെങ്കിൽ ഭൂമിക്ക് പുറത്തുനിന്നുള്ള ഒരു വസ്തുവായിട്ടാണ് ഇപ്പോൾ ഈ പേടകം കണക്കാക്കപ്പെടേണ്ടത്. കാരണം കഴിഞ്ഞ 10-18 ദിവസമായി മറ്റൊരിടത്തായിരുന്നു, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും 420 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരിടത്തായിരുന്നു ഈ പേടകം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ തന്നെയാണ് ഒരു കണക്കാക്കേണ്ടത്. ഒരു പ്രോട്ടോകോൾ, ചില നിയമാവലികളൊക്കെ ഉണ്ട്. അതും അതിനെ കൈകാര്യം ചെയ്യാനൊക്കെ എക്സ്പേർട്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി ആ ചിത്രം, ആ ദൃശ്യങ്ങളിലേക്ക് തൊട്ട് മുൻപ് സംഭവിച്ചതാണ്. അതിൽ തെർമൽ ഇമേജ് രാത്രി ആയതുകൊണ്ട് നമുക്ക് ഈ രീതിയിലാണ് തെർമൽ ഇമേജ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൽ ആ റിക്കവറി ബോട്ട് നമ്മുടെ പേടകത്തിനടുത്തേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. തത്സമയ ദൃശ്യം കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണുക. ആ പേടകത്തിന്റെ കുറച്ചുകൂടി വ്യക്തതയുള്ള ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നു. അവിടെ ആ പേടകത്തിനകത്തുണ്ട് നമ്മുടെ ശുഭാംശു ശുക്ലയും സംഘവും എന്നോർക്കുക. അഭിമാനകരമായ മുഹൂർത്തം. നമുക്ക് ആ ബോട്ടിലുള്ള എക്സ്പേർട്സിനെ കാണാം. വിദഗ്ധരാണ്. ഏത് രീതിയിലാണോ ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതിന് കൃത്യമായി പരിശീലനം ലഭിച്ചവരാണ് അവർ ആ പേടകത്തിനടുത്തേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. ആ പേടകത്തിനടുത്തേക്ക് എത്തുകയും ചില പ്രോസസ്സിന് ശേഷം അവിടെ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം ഇത് ബഹിരാകാശത്ത് നിന്ന് വന്ന ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ, ഒരു പേടകമായതുകൊണ്ട് തന്നെ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കും അതിനടുത്തേക്ക് അവർ അപ്രോച്ച് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയുള്ള അവസാനവട്ട മോണിറ്ററിംഗ് ഒക്കെ അവിടെ നടത്തുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ആ പേടകത്തിലേക്ക് ഇവർ കയറുക. ആ പേടകത്തിനകത്തേക്ക് കയറുകയും അവിടെ അതിനെ റോപ്പ് ഉപയോഗിച്ച് ബന്ധിക്കുകയും ചെയ്യും. പിന്നീട് ആ ബോട്ടിൽ അതിനെ കെട്ടിവലിച്ച് ഷിപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ ആഹ്ലാദം, വിജയാഹ്ലാദം. അവിടെ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ് ശുഭാംശുവിന്റെ ഏറ്റവും അടുത്തുള്ളവർ. അവരുടെ പിതാവിന് കേക്ക് മധുരം സമ്മാനിച്ചുകൊണ്ട് ആ സന്തോഷത്തിന്റെ ഭാഗമാകുന്നു അവിടെ ബന്ധുക്കളും സുഹൃത്തുക്കളും.
ശുഭാംശുവിന്റെ കുടുംബാംഗങ്ങൾ അവർ അത്രമാത്രം സന്തോഷത്തിലാണ്. അഭിമാനകരമായ ഒരു ദൗത്യം പൂർത്തിയാക്കി വിജയകരമായി തിരികെ എത്തിയിരിക്കുകയാണ് ശുഭാംശു ശുക്ല. ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ കൂടിയാണ് ശുഭാംശു എന്നോർക്കുക. അഭിമാനകരമായ ഒരു മുഹൂർത്തം അതുകൊണ്ട് തന്നെ വ്യോമസേനയ്ക്കുമുണ്ട്. നമുക്ക് വീണ്ടും തത്സമയ ദൃശ്യങ്ങൾ മറുഭാഗത്ത് കാണാൻ കഴിയുന്നു. ആ റെഡ് സിഗ്നൽ അതാണ് കൃത്യമായ നമ്മുടെ സ്ഥാനം. നമ്മുടെ പേടകത്തിന്റെ അവിടത്തിന് തൊട്ടടുത്തേക്ക് തന്നെ 3 ബോട്ടുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആ 3 ബോട്ടുകളിൽ എക്സ്പേർട്സ് ഉണ്ട്. അവർ ആ പേടകത്തിനടുത്തേക്ക് എത്തുകയും ആ പേടകത്തിൽ റോപ്പ് ബന്ധിക്കുകയും ചെയ്യും. പിന്നീട് ഈ ടഗ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ബോട്ടിൽ അവർ ആ പേടകത്തെ കെട്ടിവലിക്കും കുറച്ച് ദൂരത്തേക്ക്. അവിടെ അകലെ മാറ്റി നിർത്തിയിരിക്കുന്ന കപ്പലിലേക്ക്, റിക്കവറി ഷിപ്പിലേക്ക് പിന്നീട് ഈ പേടകത്തെ മാറ്റുക എന്നുള്ളതാണ് ദൗത്യം. യെസ്, ഇതാ ബഹിരാകാശത്ത് നിന്നും വന്ന നമ്മുടെ പേടകത്തെ താഴെയുള്ള വിദഗ്ധർ അതിനെ കെട്ടിവലിക്കാൻ പോവുകയാണ് റോപ്പ് ഉപയോഗിച്ച്. ഇതൊക്കെയാണ് പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. അതിന് കൃത്യമായി തന്നെ ചില പദ്ധതികളും പ്രൊസീജിയേഴ്സും ഉണ്ട്. അതിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ സംഘം. അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കൃത്യമായി ആ പേടകത്തെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഓർക്കുക, ഈ പേടകത്തിൽ ഇപ്പോഴും നമ്മുടെ അതിനകത്ത് വളരെ സേഫായി തന്നെ നമ്മുടെ ശുഭാംശു ശുക്ലയും മറ്റു 3 പേരുമുണ്ട്. പാഗി വിറ്റ്സനും ഒപ്പം തന്നെ സ്ലാവോഷും അതോടൊപ്പം ടിഗോർ കപ്പും എല്ലാവരും അതിനകത്ത് തന്നെ ഉണ്ട്. അവരെ ഇനിയിപ്പോൾ പേടകത്തിനെ ഇപ്പോൾ റോപ്പ് ബന്ധിപ്പിക്കാനുള്ള ശ്രമം അത് തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത പ്രോസസ്സ് ഇതാണ്. ആ റോപ്പ് ഉപയോഗിച്ച് ഈ പേടകത്തെ ബന്ധിക്കുന്നു. പിന്നീട് ബോട്ടിൽ കെട്ടിവലിക്കും അടുത്ത ഷിപ്പ് വരെ. തൊട്ടടുത്ത് തന്നെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ള ഒരു കപ്പൽ ഇവരെ കാത്തിരിക്കുകയാണ്. ആ കപ്പലിലേക്ക് പേടകത്തെ മാറ്റുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അതിനായുള്ള ആദ്യ പടി എന്നോണം ഇപ്പോൾ ആ പേടകത്തെ റിക്കവർ ചെയ്ത് അതിലേക്ക് റോപ്പ് ബന്ധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ആ റോപ്പ് ഉപയോഗിച്ച് അതിനെ കെട്ടിവലിച്ച് പേടകത്തിനെ മാറ്റുന്ന പ്രോസസ്സ് ഇപ്പോൾ കാണാൻ കഴിയുന്നു. ഇതാ അങ്ങനെ ആ റോപ്പ് ഉപയോഗിച്ച് ആ പേടകത്തെ ഇപ്പോൾ കെട്ടിവലിക്കാൻ പോവുകയാണ്. നമുക്ക് അല്പ സമയത്തിനകം നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ലഭിക്കും. ഒരു ബോട്ട് വഴികാട്ടിയായി മുന്നിൽ പോയി. അതിന് പിന്നാലെ പേടകത്തെ റോപ്പ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ച ആ ബോട്ട് കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ പേടകത്തെ കെട്ടിവലിക്കാൻ പോവുകയാണ് ഈ കപ്പലിലേക്ക്. പിന്നീട് അവിടെ ക്രെയിൻ ഉപയോഗിച്ച് വളരെ സ്പേസ് എക്സിന്റെ തന്നെ ടെക്നോളജി അത് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. പുനരുപയോഗിക്കാൻ കഴിയുന്ന ഒരു പേടകമാണ് ഡ്രാഗൺ. ഒരു തവണ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ തവണ, എത്ര തവണ വേണമെങ്കിലും